പതിറ്റാണ്ടിലേറെ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും 1/4 നൂറ്റാണ്ടുകാലം ഗ്രാമപഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ച ചെറിയാൻ നരികുളത്തിൻ്റെ വെങ്കല പ്രതിമ നായരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് അടിത്തറ പാകിയതിനുള്ള അംഗീകാരമാണ് പ്രതിമ സ്ഥാപിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഹൈബി ഈഡൻ MP പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു വിനോദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടോണോ മാസ്റ്റർ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PJ ജസ്റ്റിൻ, ചെറിയാൻ നരികുളത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന VS രവീന്ദ്രനാഥ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജെയിനി സേവ്യർ, KV പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ NR ഗിരീശൻ, വിജില രാധാകൃഷ്ണൻ, താരാകൃഷ്ണ, AD മണി, വിനിൽ മാറ്റേഴത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടാജി റോയ്, മത്സ്യത്തൊഴിലാളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഫൽഗുനൻ, CMP നേതാവ് റെനീഷ് കുമാർ, ജൂനിയർ സൂപ്രണ്ട് പ്രീതി മേനോൻ എന്നിവർ സംസാരിച്ചു. നരികുളത്തിന്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടുകൂടിയും ഏറെ അഭിമാനത്തോടുകൂടിയുമാണ് ഒരു നാടിൻ്റെ പൈതൃകത്തിൻ്റെ കൂടി ഒരു ചിഹ്നമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നാടിൻ്റെ വികസനോന്മുഖ രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ ഈ നാടിൻ്റെ അടിസ്ഥാന ശിലകൾക്ക് തുടക്കം കുറിച്ച ഈ ഗ്രാമപഞ്ചായത്ത് ഉള്ളിടത്തോളം കാലം ഇവിടെ ടോണമാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓർക്കുന്ന ശ്രീ ചെറിയാൻ നരികുളത്തിൻ്റെ വെങ്കല പ്രതിമയുടെ ഈ അനാച്ഛാദനം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി അത് സമർപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് മുൻകൈയെടുത്ത ഭരണസമിതിയെ ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ഗ്രാമീണ മേഖല, തീരദേശ മേഖല, ഒരു ദ്വീപ് സമൂഹം, വൈപ്പിൻ നിവാസികളുടെ അവകാശ പോരാട്ടങ്ങൾ എന്നും ചരിത്രത്തിന്റെ ഭാഗമാണ്. കാരണം യഥാർത്ഥത്തിൽ ഇവിടുത്തെ അമ്മമാരും കുഞ്ഞുങ്ങളും നടത്തിയ സമരവീര്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കുടിവെള്ളം ഒരു ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്ന ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, യാത്രാ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാതിരുന്ന കാലഘട്ടത്തിൽ, ആശുപത്രി ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും എറണാകുളത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു തുരുത്തായി നിലനിന്ന വൈപ്പിൻ പ്രദേശത്തെ ലോകവുമായി ബന്ധിപ്പിക്കുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം നടത്തിയ സമര പോരാട്ടം ചെറുതൊന്നുമല്ല. ആ സമരത്തിന് ഊർജം പകർന്നതും ലക്ഷ്യസ്ഥാനത്തേക്ക് അതിലെത്തിച്ചതുമെല്ലാം ഒരുപാട് മഹാരഥന്മാരുടെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
ആ ദീർഘവീക്ഷണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് 1/4 നൂറ്റാണ്ട് കാലം ഈ നാടിന്റെ ജനപ്രതിനിധിയായിരുന്ന 16 വർഷത്തോളം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന 10 വർഷത്തോളം ഇവിടുത്തെ സഹകരണ ബാങ്കുകൾക്ക് നേതൃത്വം കൊടുത്ത, അതിന് തുടക്കം കുറിച്ച, സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച, ഈ നാട്ടിലെ എല്ലാവരും സ്നേഹിക്കുന്ന, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു സാത്വികനായ ജനകീയനായ നേതാവായിരുന്നു ശ്രീ ചെറിയാൻ നരികുളം. അദ്ദേഹത്തിന്റെ സമകാലികരായിട്ടുള്ള ആളുകളും അദ്ദേഹത്തെ ദൂരെ നിന്നും അടുത്തു നിന്നും നോക്കിക്കണ്ട ആളുകളുമെല്ലാം അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കും. ശ്രീ ഡോണ മാസ്റ്റർ ഞാൻ വരുമ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു നാടിന്റെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുക എന്നുള്ളത് മാത്രമല്ല, സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഒരു അടയാളമായി മാറി എന്നുള്ളത് മാത്രമല്ല, വികസനോത്മക രാഷ്ട്രീയത്തിലെ സജീവമായ ഇടപെടലിനപ്പുറം ഒരു നാട് 50 വർഷങ്ങൾക്കിപ്പുറം എങ്ങനെ ആയിരിക്കണമെന്ന വളരെ കൃത്യമായ ദീർഘവീക്ഷണം, ഒരു നാട്ടിലെ സർക്കാർ ഓഫീസുകൾ ഏതെല്ലാം തലങ്ങളിൽ എത്തിച്ചേരണം, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭരണരംഗത്തും വരേണ്ട ഓഫീസുകൾ ഏതൊക്കെയാണ് എന്ന് എത്രയോ കാലം മുമ്പ് തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രത്തിൽ എല്ലായ്പ്പോഴും ഈ ദ്വീപിൽ നിന്ന് ഒരു ജനപ്രതിനിധി എത്തിച്ചേരുമ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്ന യാത്രകളായിരുന്നു അദ്ദേഹം എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നത്. ചെറിയ ഭാഷ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറിയാം എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ഈ നാടിന് ആവശ്യമുള്ളത് എന്നും അത് കൃത്യമായി ഭരണാധികാരികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനും അത് നേടിയെടുക്കാനും കഴിവും പ്രാപ്തിയുമുള്ള ഒരു ജനകീയ നേതാവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ ചെറിയാൻ നരികുളം യശസ്വിനായ ചെറിയാൻ നരികുളം ചെയ്തു അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം പഞ്ചായത്ത് ഭരണസമിതി അംഗമായി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒന്നും മുതലാകുന്ന നായകപ്പലം പഞ്ചായത്തിന്റെ സമഗ്രമായ പുരോഗതിക്കായി ദീർഘവീക്ഷണത്തോടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുന്നതിന് തന്റെ വീടിന്റെ സൗകര്യങ്ങളോ വീട്ടുകാരുടെ പ്രശ്നങ്ങളോ കാര്യമാക്കാതെ നാടിന്റെ പ്രശ്നം, സമൂഹത്തിന്റെ പ്രശ്നം വലിയ കാര്യമായി എടുത്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു പ്രമുഖ വ്യക്തിയാണ് ശ്രീ ചെറിയാൻ നരികുളം എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അദ്ദേഹത്തോടൊപ്പം ഭരണസമിതി ലഭിക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ പഞ്ചായത്ത് കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ കാണിക്കുന്ന ജാഗ്രത, രാവിലെ വീട്ടിൽ നിന്ന് സിഗരറ്റ് വൈകിട്ടും ഇന്റലിജൻസ് പത്രവുമായാണ് നമുക്ക് പോവാം. എവിടേക്കാണ്? തിരുവനന്തപുരത്തേക്ക് ചെല്ലുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ കയറിയാൽ പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതാണ് അസാമാന്യമായ ആ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ചെല്ലുമ്പോൾ പഞ്ചായത്തിന്റെ ഫണ്ട് ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം പറയും, നായകമ്പലം പഞ്ചായത്തിനെ ഏകദേശ പഞ്ചായത്തായി ഉയർത്തിയപ്പോൾ പഞ്ചായത്തിന് എന്ത് വിഹിതമാണ് ഞങ്ങൾക്ക് നൽകാനുള്ളത് എന്ന് സെക്രട്ടറി ചോദിക്കും. കാര്യമായ ഫണ്ടൊന്നുമില്ല, ചെറിയ ഫണ്ടൊന്നും എനിക്ക് ആവശ്യമില്ല, വലിയ ഫണ്ടുണ്ടെങ്കിൽ മാത്രം പരിഗണിച്ചാൽ മതി. സ്പെഷ്യൽ എയ്ഡ് പഞ്ചായത്തായി ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് സാമ്പത്തിക സഹായം പഞ്ചായത്തിന് ലഭ്യമാക്കുന്നതിൽ
ഇത്ര കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം വരെ ഉണ്ടായി എന്ന് പറയാൻ സാധ്യമല്ല. പഞ്ചായത്ത് സെക്രട്ടറി പോലും എഴുന്നേറ്റ് ബഹുമാനിക്കുന്ന രീതിയിലേക്കുള്ള വളർച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമാക്കി മാറ്റുന്നതിന് അദ്ദേഹം ചെയ്ത അശ്രാന്ത പരിശ്രമം എന്നും സ്മരണീയമാണ്. ഇവിടെ ഒരു ട്രഷറി സ്ഥാപിക്കാൻ വേണ്ടി മത്സരമായിരുന്നു. ഞാനൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസ്വം വാഗ്ദാനമായിട്ട് വലിയൊരു വർഗത്തിലായി. നായകത്തിൽ ചെന്നതായിട്ടാണ് ഈ വൈദ്യുതിയിലെ ഏക ടൗണായി മാറിക്കൊണ്ടിരിക്കുന്നത് ഞാനൊക്കെ പഞ്ചായത്താണ്. നായകത്തിൽ കൃഷി എടുക്കുന്ന കാര്യം കാണിച്ചു തരാൻ നമുക്ക് പോരാടാം. ആ പോരാട്ടത്തിൽ വിജയഗിരികൾ ചൂടുകൾ ശരിയായിരുന്നു. ആ കൃഷി വന്നപ്പോൾ പഴയ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്ത് കൃഷി വന്നപ്പോൾ വൈദ്യുതിയിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്ത് നയതന്ത്രമായി മാറി. പഞ്ചായത്ത് മാർക്കറ്റ്, പഞ്ചായത്തിന് ഭാവിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സ്ഥലം, ഇതെല്ലാം സ്വരൂപിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച പ്രാവീണ്യം അനിതര സാധാരണമാണ്. ഈ ഇരിക്കുന്ന പഞ്ചായത്ത് ഓഫീസും സമീപ പ്രദേശത്തുള്ള ട്രഷറിയും മറ്റ് കെട്ടിടങ്ങളും നോക്കുക. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്സാഹത്തിൽ ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ പഞ്ചായത്തിന് സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നിട്ട് പോലും സാമ്പത്തിക സഹായം സർക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങി ഏറ്റെടുത്തതാണ് ഈ സ്ഥലം. ഇത് കാണുന്ന വൈപ്പിക്കരയിലെ ഏത് പഞ്ചായത്ത് ഓഫീസിനേക്കാൾ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന അതിമനോഹരമായ കെട്ടിട സമുച്ചയങ്ങളും ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ഒരു കേന്ദ്രമായി ഇതിനെ മാറ്റാൻ കാണിച്ച ആ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രസിഡന്റ് ശ്രീ ചെറിയാൻ നരികുളത്തിന്റെ വെങ്കല പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാളിൽ അറേഞ്ച് ചെയ്തിട്ടേക്കുന്ന സീറ്റിനെക്കാട്ടും കൂടുതൽ ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറെ ആളുകൾ എല്ലാവരും നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. എല്ലാ സീറ്റൊക്കെ പുറകിൽ കസേരകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഇരുന്ന് സഹകരിക്കുക. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ജനപ്രിയനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ വേദിയിൽ ഇരിക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന് അറിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള ഏറ്റവും ബഹുമാനായ MP ശ്രീ ഹൈബിയുടെ സ്വാഗതം ആശംസിച്ച നായകമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ജോബി വർഗീസ്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ തോമാഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വിജയശ്രീ, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് AG പൽഗുണൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള KD പ്രമോദ്, JD സേവ്യർ, എന്റെ പ്രിയപ്പെട്ട വാർഡ് സഹപ്രവർത്തകരായിട്ടുള്ള വിജില രാധാകൃഷ്ണൻ, താരാകൃഷ്ണ, വിനിൽ മാറ്റേട്, NR ഗിരീശൻ, ഏറ്റവും പ്രിയകരിയായിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് താജി റോയി, പ്രിയപ്പെട്ടവരെ, ഇപ്പോ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ ത്രിതല പഞ്ചായത്ത് വരുന്നതിന് മുമ്പുള്ള പ്രസിഡന്റുമാരെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള അധികാരങ്ങളൊന്നും ഇല്ലാതിരുന്നു. കാരണം പ്രത്യേക ഫണ്ടുകളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഗ്രാമത്തിന്റെ വികസനം നടപ്പിലാക്കാൻ കാലഘട്ടത്തില് ഈ മനുഷ്യൻ തന്റെ ഭാവനാ സമ്പന്നമായ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ഇന്ന് നായകമംഗലം ഗ്രാമപഞ്ചായത്തിലുള്ള ആസ്തികൾ കൊണ്ടുവരികയും അത് തനത് ഫണ്ടിലേക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ലഭ്യമാക്കത്തക്ക പദ്ധതികളും ആസ്തികളും വരുമാന സ്രോതസ്സുകളാക്കി മാറ്റി വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. യഥാർത്ഥത്തിൽ ചെറിയ നരികുളം ഈ ഗ്രാമപഞ്ചായത്തിനെ നയിച്ചിട്ടായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തില് ഇന്ന് നിലവിലുള്ള ആസ്തികൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ്
ആശുപത്രികൾ, സബ് ട്രഷറി, പഞ്ചായത്ത് ഗ്രൗണ്ട്, നായമ്പലം മാർക്കറ്റ്, 2 പശുവേകൾ തുടങ്ങി നിരവധിയായിട്ടുള്ള നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും അതീതമായി നായമ്പലത്ത് ഉയർന്നു വന്ന പൊതുജന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഈ പ്രതിമ ഗ്രാമവാസികളായ മുഴുവൻ ആളുകളുടെയും പേരിൽ ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ പ്രതിമ സ്ഥാപിക്കുന്നതിലൂടെ അദ്ദേഹം നൽകിയ സംഭാവനകൾ സ്മരിക്കുവാനും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കേവർക്കും വലിയ പ്രചോദനമാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് MP ഉടനെ എത്തുന്നതുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാം. എത്താത്തതുകൊണ്ട് അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടോമോ മാഷിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. കൂടിയിരിക്കുന്നവരെ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല. ഈ ഹാളിന്റെ പരിമിതി ഇനിയും കൂടുതൽ വലിപ്പത്തിൽ ഇവിടെ പണിയാൻ സാധ്യമല്ല. ആ ഉള്ള സ്ഥലത്താണ് തങ്ങളുടെ പഞ്ചായത്തിന്റെ പൂർവ്വപിതാവിനെ അദ്ദേഹത്തെ സ്മരിക്കുന്നതും അദ്ദേഹത്തിന്റെ സ്മാരകമായി ഒരു ശില്പം ഇവിടെ വെക്കുന്നതിലും പങ്കെടുക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് വലുതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമകാലികരായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേറെ എളമകത്തോട് പഞ്ചായത്തിന്റെ കുമാരൻ മാസ്റ്ററും ഒക്കെ അങ്ങനെ അതേ രീതിയിലുള്ളവർക്കുണ്ടായിരുന്ന പക്ഷേ ദാരിദ്ര്യത്തിലും തലയെടുപ്പോടെ നടന്നിരുന്ന ഒരു കൂട്ടരായിരുന്നു ആ കാലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഇന്ന് സമ്പത്തുള്ള പഞ്ചായത്തുകൾക്ക് പക്ഷേ അത്രയും തലയെടുപ്പ് ജനങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയമാണ്. പക്ഷെ അന്ന് അന്നായിരുന്ന ചെറിയാൻ ചേട്ടനെ പോലെയുള്ള പൊതുവെ ചെറിയാൻ അരികുളം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്നത് ഈ നായമ്പല വഴികളിലൂടെയും മറ്റൊക്കെ സഞ്ചരിക്കുമ്പോ തന്റെ തനതായ ഡ്രസ് കോഡിൽ ആ ദുബൈയിൽ ധരിച്ച് കൊടയിൽ നീട്ടി കുത്തിക്കുത്ത് പോകുന്ന ചെറിയാൻകണ്ണെ കാണുമ്പോ ഇല്ലേ ആന വരുന്നത് തോന്നലായിരുന്നു ആ കാലഘട്ടത്തിൽ നായകർക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്തുകൊണ്ട് രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വൈകിപ്പോയി, ഇങ്ങനെ ഒരു ആദരം നൽകാൻ വൈകിപ്പോയി, ശരിയാണ് വൈകിപ്പോയി. പക്ഷേ നമ്മുടെ പാട്ട് ഈ അടുത്തിറങ്ങിയ അറിയാലോ, മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട്, മണ്ണിൽ മനസ്സിൽ കേടുണ്ട് അല്ലെ. അനുകൂല സാഹചര്യം വരുമ്പോൾ മുളയ്ക്കുന്ന വിത്തുകൾ, അനുകൂല സാഹചര്യം വന്നപ്പോ നായമ്പലം പഞ്ചായത്തിന്റെ മുമ്പിൽ ചെറിയ നെൽകുളത്തിന്റെ പ്രതിമ ഉയർന്നു വന്നിരിക്കുന്നു. ശരിയല്ലേ? സ്വന്തം പഞ്ചായത്ത് പോലെ നമ്മൾ ആഘോഷിക്കണം. എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും നമുക്ക് വേണ്ട ഉപദേശങ്ങളും ഒക്കെ തരുന്ന, നമുക്ക് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സാക്ഷാത്കരിച്ച നമ്മുടെ കളിസ്ഥലം, അവിടെ ഇപ്പൊ നമുക്ക് ആദ്യ രീതിയിലുള്ള കളിസ്ഥലത്തിന് പുള്ളി ഫണ്ട് ഷോപ്പിലേക്ക് അത് ഈ 50 വർഷം പൂർത്തിയാക്കാൻ പറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ പേര് നമ്മുടെ പ്രിയങ്കരനായ ഹൈബീറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മനോഹരമായ ഒരു ചടങ്ങിലാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എനിക്ക് ചെറിയാൻചേട്ടനെ 95-ലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനു മുൻപ് കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അന്ന് മുതൽ വളരെ സമയം, അതായത് 3, 4, 5 വർഷം നമ്മുടെ ജനകീയാസൂത്രണം ആരംഭിക്കുന്നതോടുകൂടി ഗ്രാമസഭകൾ വർഷത്തിൽ 2 പ്രാവശ്യം നടത്തണമെന്നായിരുന്നു അന്ന് നമുക്കുള്ള നിർദ്ദേശം. അതനുസരിച്ച് ഗ്രാമസഭകൾ നടത്താൻ പോകുമ്പോൾ നെടുങ്ങാട് സ്കൂളിൽ വെച്ചാണ് ആ ഗ്രാമസഭ നടത്തുന്നതെങ്കിൽ
ചെറിയാൻ ചേട്ടൻ്റെ വീട്ടിൽ കയറി സംസാരിക്കാറുണ്ടായിരുന്നു. അത് ആ സൗമ്യമായ ഒരു പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് ഗ്രാമസഭകൾ ഇല്ലാതിരുന്നതുകൊണ്ടും എല്ലാം ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ അഭിപ്രായം അനുസരിച്ച് നടത്താൻ സാധിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഗ്രാമസഭകൾ ഉള്ളത് കൊണ്ട് ഗ്രാമസഭയിലൂടെയാണ് നമ്മൾ പഞ്ചായത്ത് അല്ലെങ്കിൽ പദ്ധതി രേഖ തയ്യാറാക്കുമ്പോൾ അത് നടത്താൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം പിൻഗാമികളായി വന്നിട്ടുള്ളവർക്ക് നടത്താൻ അല്ലെങ്കിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്ഥലം ഉള്ളതുകൊണ്ട് കെട്ടിടങ്ങളൊക്കെ പണിയാൻ സാധിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ വളരെ വിശദമായി സംസാരിച്ചു വരുന്നു. അപ്പോൾ എനിക്കും അതേ അഭിപ്രായമാണ് പറയുവാനുള്ളത്. ഞാൻ അതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏറ്റവും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ജോസഫ് താമരപ്പള്ളി. പുള്ളിയാണ് ചെറിയാൻ്റെ ശില്പസ്ഥാപിക്കുന്ന പീഠം സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജോസഫ് താമരപ്പള്ളി ഈ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. അതിനായി ശ്രീ എം പി ക്ഷണിച്ചു. ഗ്രാമപഞ്ചായത്തിനെയും നെടുനാളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയാൻ ചേട്ടൻ മറക്കാൻ പറ്റുകയില്ല. ചെറിയാൻ ചേട്ടൻ എന്ന് വെച്ചാൽ ചെറിയാൻ ചേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ പല വികസനങ്ങളും കൂടി നേരെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം മേടിച്ചിടുകയും ചെമ്മിട്ടാവട്ടെ ഇപ്പോൾ വൈസ് പറഞ്ഞിരുന്നു. അതുപോലെ പല പല സാധനങ്ങൾ പഞ്ചായത്തിനായിട്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ പുള്ളി എന്തായാലും ഈ പറഞ്ഞുകൊണ്ട് തന്നെ ആദരിക്കാൻ വളരെ വൈകിപ്പോയി. പണ്ടേ ആദരിക്കുന്ന കാര്യം എന്തായാലും ഇപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയതിന് പഞ്ചായത്തിന് എൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെ ധന്യമാക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള പ്രിയങ്കരായ ജനപ്രതിനിധികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ നായകമ്പലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. നാം നായകമ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ എവിടത്തിൽ നിന്നും ഈ പഞ്ചായത്ത് അടക്കം ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ളതായി ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന എല്ലാ പദ്ധതികളും ദൈവം കാരണഭൂതനായ ചെറിയാൻ വിഭവത്തിനെ അനുസ്മരിക്കുക എന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി ജാതിമത ചിന്തകൾക്കതീതമായി ഈ നാടിൻ്റെ നായകൻ എന്ന് സ്മരണ അല്ലെങ്കിൽ നന്ദി സൂചകമായി അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം ഈ പ്രതിമയുടെ അനാച്ഛാദനം ചെയ്യപ്പെടുമ്പോൾ ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ വലിയ മനുഷ്യനോടുള്ള കടപ്പാടും അദ്ദേഹത്തോടുള്ള നന്ദിയുമാണ് പ്രകടമാക്കുന്നത്. അതിന് കാരണമായ നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് ചെറിയാൻ വിഭവത്തിൻ്റെ ദീർഘ വീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ചെറിയാൻ വിഭവത്തിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ തലവലിച്ചുകൊണ്ട് എല്ലാവരും ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒട്ടേറെ സന്തോഷം തോന്നുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ചെറിയാനെ കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് എത്ര സംസാരിച്ചാലും നമുക്ക് മതി വരില്ല. നമ്മളെന്ന് അനുഭവിക്കുന്ന മുഴുവൻ നേട്ടങ്ങളും നായർമല പഞ്ചായത്ത് നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നേട്ടങ്ങളും ചെറിയാൻ്റെ സംഭാവനകളാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഒന്നൊരു കാര്യങ്ങൾ മാത്രം പറയും. വേറെ കാര്യങ്ങൾ നമ്മുടെ ഓഫീസിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സ്ഥലം, ഈ ഇരിക്കുന്ന സ്ഥലം, നമ്മളിന്നിപ്പോൾ ഇവിടെ യോഗ പഞ്ചായത്ത് ഓഫീസ്, ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം എന്തായിരുന്നു എന്നത് ഐശ്വര്യപ്പെട്ട് നിസ്സാരപ്പെട്ടിവിടെ നിസ്സാരപ്പേര് പറഞ്ഞില്ല. പഴയ ആളുകൾ പിന്നെ അതുപോലെ ഒരാൾ വന്നിട്ടില്ല. ചില ആളുകൾക്ക് അറിയാം എത്ര ത്യാഗം സഹിച്ചെന്നും. ഈ ചെറിയാൻ്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ
കിട്ടില്ല. ഈ സ്വകാര്യ ഓർമ്മ കാര്യം അതുപോലെ തന്നെ നമ്മുടെ തനത് ഫണ്ട് ഇപ്പൊ പഞ്ചായത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 10-30 ലക്ഷം രൂപയോളം ഒരു വർഷം പഞ്ചായത്തിന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 പശുക്കൾ. ഈ മാർക്കറ്റ് ഈ പശുക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ പൈസ കൃത്യമായ പൈസ ഞാൻ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റായ കാലഘട്ടത്തിൽ ആ പശുക്കൾ ആരുടെയിരുന്നു, അതെങ്ങനെ പഞ്ചായത്തിലേക്ക് വന്നിരുന്നു ഞാൻ വ്യക്തമാക്കാൻ തയ്യാറുള്ളത് ശരിയല്ല. ഒരു വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് സാധനം തിരിച്ചു പിടിക്കാൻ പഞ്ചായത്തിൽ പൊതുമുതലാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ നമുക്ക് എത്ര മറക്കാൻ പറ്റില്ല.